to our channel. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ് കട്ട്ലേറ്റ് ആണ്. ഈ ആദ്യമായിട്ടാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് ബെൽ ബട്ടൺ ഞങ്ങൾ ഈ ഫോണിലേക്ക് നോട്ടിക്കുക. നമുക്ക് നേരെ വീഡിയോക്ക് പോകാം. എഗ് കട്ട്ലറ്റിന് വേണ്ടിയുള്ള ചേരുവകൾ നോക്കാം. പുഴുങ്ങിയ മുട്ട ചെറുതായി അരിഞ്ഞു വെച്ചത്, ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചു വെച്ചത്, സവോള പച്ചമുളക് ചെറുതായി നുറുക്കി വെച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, മല്ലിയില ചെറുതായി അരിഞ്ഞു വെച്ചത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പെരിഞ്ചീരകം, പച്ചമുട്ട 2 എണ്ണം, ബ്രെഡ് ക്രംസ്, സൺഫ്ലവർ ഓയിൽ. ഇനി നമുക്ക് കട്ട്ലേറ്റിനുള്ള മസാല റെഡിയാക്കി എടുക്കാം. ഒരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. അത് ചൂടായി വരുമ്പോൾ സവോള പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു റോ സ്മെല്ല് പോകുന്ന വരെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഒരുപാട് ബ്രൗൺ ആവണ്ട. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് പച്ചമണം പോകുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പച്ചമണം പോയതിന് ശേഷമാണ് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുത്തത്. ഇനി പൊടികളെല്ലാതും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുത്തു. ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പുഴുങ്ങി ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഉപ്പ് ഞാനതിൽ കുറച്ച് കാണിച്ചിട്ടുള്ളൂ. ഇനി ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പുഴുങ്ങിയ മുട്ട ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി മസാലേൻ്റെ കൂടെ നന്നായിട്ടത് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മല്ലിയില ഇട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് തണുത്തതിന് ശേഷമാണ് ഇനി നമ്മൾ ഏത് ഇഷ്ടമുള്ള ഷേപ്പിന് നമ്മൾ കട്ട്ലേറ്റുകളാക്കി എടുക്കാൻ പോകുന്നത്. ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഈ മസാലക്കൂട്ട് ആറിയതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് ഇത് ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ബ്രെഡ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് റസ്ക് ക്രംസ് ആണ്. അതാണെങ്കിൽ നമുക്ക് ചേർത്ത്, പക്ഷേ ബ്രെഡ് ക്രംസ് പോലെ വരില്ല. നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് കിട്ടുകയാണെങ്കിൽ അത് തന്നെ യൂസ് ചെയ്താൽ മതി. അതും കൂടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഷേപ്പ് ആക്കി എടുക്കാം. അതിന് വേണ്ടി ഇതുപോലൊരു അടപ്പെടുത്തിട്ട്, ചെറിയൊരു അടപ്പെടുത്തിട്ട് നമുക്ക് അത് ഷേപ്പ് ആക്കി എടുക്കാം. ചെറിയ ഉരുള എടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ ഒരു കട്ട്ലേറ്റിൻ്റെ കറക്റ്റ് ഷേപ്പായി കിട്ടും നമുക്ക്. ഇനി അത് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതുപോലത്തെ ഷേപ്പിൽ ഇനി നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം. അപ്പം നമ്മളെല്ലാം ഷേപ്പാക്കി എടുത്തു. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി നമുക്ക് ആദ്യം 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അതിലോട്ട് കട്ട്ലേറ്റ് ഓരോന്നായിട്ട് എടുത്തിട്ട് 2 ഭാഗം മറിച്ചിട്ട് ഇനി അടുത്ത കൈ വെച്ചിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. നനഞ്ഞ കൈ വെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് 2 കൈയും യൂസ് ചെയ്ത് ചെയ്യാം. ഇനി എല്ലാം നമുക്ക് ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിവിടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് മാത്രമേ ഫ്രൈ ചെയ്തെടുക്കണുള്ളൂ. ബാക്കി നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോരോ കട്ട്ലേറ്റ് ഇട്ടെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കിയെടുക്കുക. ബ്രെഡ് ക്രംസ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നമുക്കത് കോരി മാറ്റാം. ഇനി എല്ലാ കട്ട്ലറ്റും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ എല്ലാ കട്ട്ലറ്റും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണം. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. എല്ലാവരും
എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം. അപ്പോൾ നമുക്കിനി അടുത്ത വെറൈറ്റി വീഡിയോസുമായിട്ട് വെറൈറ്റി വിഭവങ്ങളുമായിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.